Good morning all. നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത ടോപ്പിക്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണ്, അതിൻ്റെ ഡെഫിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ കണ്ടു. ഇനി അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് രണ്ട് തിയറംസ് നമുക്ക് പഠിക്കാനുണ്ട്. പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് പാരലൽ ആക്സിസ് തിയറം. ഫസ്റ്റ് എന്താണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പാരലൽ ആക്സിസ് തിയറം: the moment of inertia of any area about an axis in its plane is the sum of moment of inertia about a parallel axis passing through the centroid of the area and the product of area and square of the distance between the two parallel axes. +2 ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു പാരലൽ ആക്സിസ് തിയറം. നമുക്കൊന്നുകൂടി നോക്കാം. എന്താ പാരലൽ ആക്സിസ് തിയറം പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കിക്കോ, ഈ ഒരു ഒബ്ജക്റ്റ്, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എ ആണ്. അത് നിൽക്കട്ടെ. ഇനി അതിൻ്റെ സെൻട്രോയിഡ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ജി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എനി ഏരിയ. അപ്പോൾ ഈ ഏരിയ എബൌട്ട് ആൻ ആക്സിസ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. നമ്മളിവിടെ റെഫറൻസ് ആക്സിസ് ആയിട്ട് ഏത് ആക്സിസിലും നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടം ആക്സിസ് എ ബി. ഈ എ ബി എന്നുള്ള ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ആക്സിസിൽ നിന്ന് ഇതിൻ്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ ബാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ തിയറത്തിൽ, പാരലൽ ആക്സിസ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി. എബൌട്ട് എ ബി എന്ന് പറയുമ്പോൾ ഐ എ ബി വിൽ ബി ഈക്വൽ ടു ദ സം ഓഫ് moment of inertia about an axis parallel to AB and passing through the centroid and the product of area and the distance between these two parallel axes. ഇവിടെ നോക്കിക്കോ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് എ ബി എന്ന് പറഞ്ഞാൽ ഐ എ ബി. അതെന്ന് പറയുന്നത് ഈ ഐ എ ബിക്ക് പാരലായിട്ട് സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ആക്സിസ്. അതെന്താ? ജി കൂടെ പാസ് ചെയ്യുന്ന ആക്സിസിനെ നമുക്ക് ജി ആയിട്ട് ജിയിലൂടെ പാസ് ചെയ്യുന്നത്. സോ അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദാറ്റ് ആക്സിസിനെ നമുക്ക് ഐ ജി ജി എന്ന് എഴുതാം. അത് ഐ ജി ജി പ്ലസ് എ ഇൻറ്റു വൈ ബാർ സ്ക്വയർ ആയിരിക്കും. അതായത് ഏതൊരു ആക്സിസിലെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലെ സമ്മായിരിക്കും. എന്തൊക്കെയാ? ഒന്നെന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാരലൽ ടു എ ബി ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ്. അപ്പോൾ എ ബിക്ക് പാരലായിട്ട് ഈ സെൻട്രോയിഡ് കൂടി പാസ് ചെയ്യുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ആക്സിസ്. അപ്പോൾ ആ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ ജി ജി എന്ന് എഴുതാം. അപ്പോൾ ഐ ജി ജി പ്ലസ് നമുക്ക് എടുത്തിരിക്കുന്ന ഈ ഒരു പോർഷന്റെ ഏരിയ ഇൻറ്റു, ഇപ്പോൾ രണ്ട് ആക്സിസ് ഉണ്ടല്ലോ, റെഫറൻസ് ആക്സിസും ഉണ്ട്, അതിന് പാരലായിട്ട് സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ഒരു ആക്സിസും ഉണ്ട്. അത് അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ ഐ ജി ജി എന്നൊക്കെ എടുത്ത്. അപ്പോൾ ആ രണ്ട് പാരലൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഇവിടെ എന്താ ഡിസ്റ്റൻസ്? വൈ ബാർ. അപ്പോൾ അതാണ് പാരലൽ ആക്സിസ് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് an axis, about any axis will be equal to the sum of two things. എന്തൊക്കെയാ? the moment of inertia about an axis parallel to AB and passing through the centroid. എന്ന് പറഞ്ഞാൽ എന്താ? സെൻട്രോയിഡിൽ കൂടെ പാസ് ചെയ്യുന്ന ഇതിന് പാരലായിട്ടുള്ള ഒരു ആക്സിസ്, അവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, അതിന് ഐ ജി ജി പ്ലസ് സം ഓഫ്, രണ്ടാമത്തെ എന്താ? പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ദ ഏരിയ ഇൻറ്റു ഏരിയ ആൻഡ് ദ ഡിസ്റ്റൻസ് സ്ക്വയർ. ഏത് ഡിസ്റ്റൻസാ? ഈ രണ്ട് ആക്സിസ്. നമുക്ക് എവിടത്തെയാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വേണ്ടത് അതും നമ്മളിപ്പോൾ പറഞ്ഞൊരു സെൻട്രോയിഡൽ ആക്സിസ് ഉണ്ടല്ലോ, സെൻട്രോയിഡിൽ കൂടി പാസ് ചെയ്യുന്ന ഇതിന് പാരലായിട്ടുള്ള ഒരു ആക്സിസ്, അതും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കി പഠിക്കുക. നമുക്കതെങ്ങനെ, ഇതിനൊരു പ്രൂഫ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്നൊന്നും കൂടി നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് ക്ലിയർ ആവും. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ? ഇതിനൊരു പ്ലെയിൻ ലാമിന ഉണ്ട് ഓഫ് ടോട്ടൽ ഏരിയ എ. ഇവിടെ ഒരു ആക്സിസ് എ ബി ഉണ്ട്. എ ബിന്ന് ഈ ഒരു ഏരിയയുടെ സെൻട്രോയിലേക്കുള്ള ഡിസ്റ്റൻസ് വൈ ബാർ. ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഈ ഒരു പോർഷനകത്ത്, നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റിനകത്ത് consider an elemental parallel strip of area DA at a distance y from centroid അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ്. എന്താ ഇതിന്റെ പ്രൂഫാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് ചെയ്യേണ്ടത് കൺസിഡർ an
elemental parallel strip of area dA at a distance y from സെൻട്രോയിഡിൽ നിന്ന് y ഡിസ്റ്റൻസ് മാറി നമ്മളൊരു എലമെന്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു അല്ലേ. ഇനി നമ്മൾ ആദ്യം മൊമെന്റ് ഓഫ് ഇനർഷ്യയ്ക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ എന്താ? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സിസ് ഈക്വൽ ടു പാരലൽ ആക്സിസ് തിയറം ഒന്നുമല്ല, മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഇക്വേഷൻ. ഐയുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇന്റഗ്രൽ y സ്ക്വയർ ഡി എ അല്ലെങ്കിൽ ഇന്റഗ്രൽ x സ്ക്വയർ ഡി എ, അതായത് ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു ഏരിയ. ഇന്റഗ്രൽ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ഇൻറ്റു ഏരിയ ആണ് നമ്മുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ബേസിക് ഇക്വേഷൻ. അപ്പൊ അത് വെച്ചാണെങ്കിൽ ഇവിടെ നോക്കുക, ഐ എ ബി എന്ത് വരും? ഐ എ ബി ഈക്വൽ ടു ഈ ഒരു ചെറിയ എലമെന്റൽ സ്ട്രിപ്പിന് എബൌട്ട് എ ബി ഉള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ദിസ് ഏരിയ ഡി എ എബൌട്ട് ദ ആക്സിസ് എ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഐ എ ബി എന്ന് എഴുതാം. എബൌട്ട് എ ബി ആക്സിസ് ആയതുകൊണ്ട് ഐ എ ബി മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് എ ബി ഈക്വൽ ടു എന്താ വരിക? ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് എന്താ? ഈ റെഫറൻസ് ആക്സിസും നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ ഡി എ. ഇപ്പൊ നമ്മൾ ചെറിയ ഏരിയനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ സെൻട്രോട് വരെയുള്ള ഡിസ്റ്റൻസ് എന്ത് വരും? വൈ ബാർ പ്ലസ് വൈ അല്ലേ, അല്ലെങ്കിൽ വൈ പ്ലസ് വൈ ബാർ സ്ക്വയർ ഇന്റഗ്രൽ അല്ലേ. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. വൈ സ്ക്വയർ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് റെഫറൻസ് ആക്സിസും നമ്മൾ എടുക്കുന്ന ഏരിയയുടെ സെൻട്രോയിഡും തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. ഇവിടെ എടുത്തിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ചെറിയ ഡി എ. അപ്പൊ അതിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വരും. റെഫറൻസ് ആക്സിസ് എ ബി ആണ്. അപ്പൊ എ ബിന്ന് ഇതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് എന്താ? വൈ ബാർ പ്ലസ് വൈ. വൈ സ്ക്വയർ എന്നുള്ളത് ഇവിടെ വൈ ബാർ പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ആകും ഇൻറ്റു ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ. അപ്പൊ ഐ എ ബി ഈക്വൽ ടു ഇന്റഗ്രൽ വൈ പ്ലസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഡി എന്നായി നമ്മുടെ ഇക്വേഷൻ. ഇനി അതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യണം. വൈ പ്ലസ് വൈ ബാർ ദ ഹോൾ സ്ക്വയറിനെ എന്ത് എഴുതാം? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക? ഇന്റഗ്രൽ അതവിടെ തന്നെ ആയിക്കട്ടെ. വൈ പ്ലസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ സ്ക്വയർ പ്ലസ് 2y വൈ ബാർ പ്ലസ് വൈ ബാർ സ്ക്വയർ അല്ലേ. അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരും ഈക്വൽ ടു. ഇനി ഇതിനെ ഓരോന്നിനും ഡി എ ഉള്ളിലേക്ക് എടുത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. അപ്പം എന്ത് വരും? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ പ്ലസ് ഇന്റഗ്രൽ 2y വൈ ബാർ ഡി എ പ്ലസ് ഇന്റഗ്രൽ വൈ ബാർ സ്ക്വയർ ഡി എ. നമുക്കിതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തെടുത്തു. ഇനി എന്താ പറയുക? ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. നമ്മുടെ ഫിഗർ എങ്ങനെയായിരുന്നു? ഇതാ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ ബാർ. ഇവിടെ ഒരു സ്ട്രിപ്പ് എടുത്തു. ഈ സെൻട്രോയിഡിൽ ആക്സസ് ചെയ്യുന്ന സ്ട്രിപ്പിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ അല്ലേ. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എന്ന് വെച്ചാൽ എന്താ? ഇത് നമ്മുടെ സെൻട്രോയിഡ് ആണ് അല്ലേ. അപ്പൊ സെൻട്രോയിഡിൽ ആക്സിസ് ജി എന്ന് ഇവിടെ ഞാൻ മാർക്ക് ചെയ്തു. ഇത് നമ്മുടെ റെഫറൻസ് ആക്സിസ്. നമ്മൾ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എനി ആക്സിസ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊന്ന് നോക്കിക്കേ, ഈ ഒരു സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ സെൻട്രോയിഡൽ ആക്സിസ് വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ വൈ. അപ്പോൾ വൈ സ്ക്വയർ ഇൻറ്റു, അതായത് ഈ ഡിസ്റ്റൻസിന് സ്ക്വയർ ഇൻറ്റു ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ദ എബൌട്ട് ദിസ് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ കിട്ടുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ ആണ്. ഇവിടെ ഈ സ്ട്രിപ്പിന്റെ ഏരിയ ഡി എ ഇൻറ്റു വൈ സ്ക്വയർ. വൈ എന്ന് പറയുന്നത് ഈ സ്ട്രിപ്പിന്റെ സെൻട്രോയിഡിൽ നിന്ന് ഈ ഒരു ആക്സിസ് അല്ലെങ്കിൽ ഇതിന്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദിസ് ആക്സിസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഏതാ? ജി ആക്സിസ് അല്ലെങ്കിൽ സെൻട്രോയിഡൽ ആക്സിസ്. സെൻട്രോയിഡിൽ കൂടെ പോകുന്ന ആക്സിസ് ആണ് ഇത്, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു നമ്മുടെ സെൻട്രോയിഡ്. അപ്പോൾ ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? അല്ലെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് എഴുതാം. ഇന്റഗ്രൽ വൈ സ്ക്വയർ ഡി എ എന്ന് പറയുന്നത് ഐ ജി എന്ന് എഴുതാം. അടുത്ത ടൈം അതാ ഇന്റഗ്രൽ 2y വൈ ബാർ ഡി എ
ഇതിനെ നമുക്ക് എങ്ങനെയാണ് മാറ്റി എഴുതാൻ പറ്റുക? നമുക്ക് കോൺസ്റ്റൻസിനെ പുറത്തേക്ക് എടുക്കാം അല്ലേ? ഈക്വൽ ടു 2 കോൺസ്റ്റന്റ് ആണ്. വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ഒബ്ജക്റ്റിന് ഡിസ്റ്റൻസ്, അത് നമ്മൾ എന്താ കോൺസ്റ്റന്റ് വാല്യൂ. ഈ റെഫറൻസ് ആക്സസ് ചെയ്യുന്നതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് വൈ ബാർ. വേരി ചെയ്യുന്നത് ഏതാ? വൈ മാത്രമേ വേരി ചെയ്യുള്ളൂ. കാരണം ഈ സ്ട്രിപ്പ് എവിടെ കൺസിഡർ ചെയ്യുന്നതനുസരിച്ച് വൈ വേരി ചെയ്യും. ഇവിടെ തൊട്ടടുത്ത് കൺസിഡർ ചെയ്തായിരുന്നെങ്കിൽ വൈ ചെറുതായനെ, കുറച്ചും കൂടി മുകളിൽ ഇവിടെ ആണെങ്കിൽ വൈ വലുതാകും. അപ്പോൾ വൈ ആ വേരി ചെയ്യുക. വൈ ബാർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റാണ്. ഈ ഒരു ഒബ്ജക്റ്റ് അവിടെ വെച്ചിരിക്കുക. അപ്പോൾ എന്താ 2 കോൺസ്റ്റന്റ് ആണ്, വൈ ബാറും കോൺസ്റ്റന്റാണ്. പിന്നെ എന്താ ഉള്ളത്? ഇൻ്റഗ്രൽ വൈ ഡി എ ആണ് ഉള്ളത് അല്ലേ? ഇനി ഞാൻ ഈ ഒരു ഇക്വേഷനെ എ വെച്ച്, അതായത് ഏരിയ വെച്ച് മൾട്ടിപ്ലൈങ് ആൻഡ് ഡിവൈഡ് വിത്ത് എ, ഏരിയ എ വെച്ച് ഈ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്ത് വരും? 2 വൈ ബാർ ഇൻറ്റു ഇൻ്റഗ്രൽ വൈ ഡി എ. ഏരിയ കോൺസ്റ്റൻ്റ് ആണല്ലോ, അപ്പോൾ ഏരിയ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലൊരു ഏരിയ വന്നു, ഡിവൈഡ് ചെയ്യുമ്പോൾ താഴെയും ഒരു ഏരിയ വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? 2 വൈ ബാർ എ ഇൻ്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ എ. ഈ ഒരു പോർഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇൻ്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ എ എന്ന് വെച്ചാൽ എന്താ? സെൻട്രോയിഡിന്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലേ? സെൻട്രോയിഡിന്റെ ഇക്വേഷനിലായിരുന്നു വൈ ബാർ ഇൻ്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ എ, സോറി ഇൻ്റഗ്രൽ എ അല്ല, ഇൻ്റഗ്രൽ ഡി എ, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ താഴെ. അതായത് നമ്മുടെ വൈ ബാറിന്റെ അല്ലെങ്കിൽ സെൻട്രോയിഡിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ എന്താ? ഈ വൈയുടെ വേരിയേഷൻ വെച്ചിട്ടാണ്, അതായത് ഈ ഒരു ആക്സസ് ചെയ്യുന്ന സെൻട്രോയിഡൽ ആക്സസ്, ഈ ആക്സസ് ചെയ്യുന്നുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ സ്ട്രിപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് വൈ. അപ്പോൾ എബൌട്ട് ഈ ആക്സസ് നമ്മൾ സെൻട്രോയിഡ് കണ്ടുപിടിക്കുക. ഈ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡ് കണ്ടുപിടിക്കുകയാണ്. എബൌട്ട് ഈ സെൻറ്ററിൽ നിന്ന് എത്ര മാറിയിട്ടാണ്, അതിനുള്ള ഇക്വേഷൻ അല്ലേ? നമ്മൾ റെഫറൻസ് ആക്സസ് ചെയ്യുന്ന എത്രയെങ്കിലും മാറിയിട്ട് ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ എലമെന്റൽ ഏരിയ കൺസിഡർ ചെയ്തു, അതാണ് ഇവിടെ വൈ. അത് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഈ ടോട്ടൽ സെക്ഷന്റെ സെൻട്രോയിഡ് ആയിരുന്നു കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് ഈ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു സെൻട്രോയിഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആക്സസ് ചെയ്ത് എത്ര മാറിയിട്ട് ആ സെൻട്രോയിഡ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷനായി എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഈ ആക്സസ് എന്ന് പറയുന്നത് സെൻട്രോയിഡ് തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സസും സെൻട്രോയിഡും തമ്മിലൊരു ഡിസ്റ്റൻസ് ഇല്ല, രണ്ടും ഒന്നിച്ചാണല്ലോ. അപ്പോൾ ഈ ഇൻ്റഗ്രൽ വൈ ഡി എ ഡിവൈഡ് ബൈ എ എന്ന് പറയുന്ന സെൻട്രോയിഡ് നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്താ? 0 ആണ്. അപ്പോൾ ഈ ഒരു ടേം 0 ആയി പോകും, ഇൻറ്റു 0. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഐ എ ബി കണ്ടുപിടിക്കുമായിരുന്നു. അതിനെ നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ടേം കിട്ടി. ഫസ്റ്റ് വണ് നമുക്ക് ഐ ജി ജി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടി. സെക്കൻഡ് ടേം 0 ആയിപ്പോയി. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ വൈ ബാർ സ്ക്വയർ ഇൻറ്റു ഡി എ. ഇവിടെ നമുക്കറിയാം എന്താ? വൈ ബാർ നമ്മൾ ഇവിടെ പറഞ്ഞു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. നമ്മൾ ഈ ആക്സസിൽ നിന്ന് ഇത്ര മാറ്റി ഈ ഒബ്ജക്റ്റ് അങ്ങ് വെച്ചിരിക്കുക. അതിന്റെ സെൻട്രോയിഡ് വരെയുള്ള ഡിസ്റ്റൻസ് ആ വൈ ബാർ. അതിന് ഇനി വേരിയേഷൻ ഒന്നും വരാനില്ല. അതിനകത്ത് സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്ന എവിടെയാണെന്നുള്ളതേ വേരി ചെയ്യുള്ളൂ. അപ്പോഴും ഇതിന്റെ ഈ ഒരു ഒബ്ജക്റ്റും അതിന്റെ സെൻട്രോയിഡും അവിടെ തന്നെയാണ്. സോ വൈ ബാർ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ നമുക്ക് വൈ ബാർ സ്ക്വയറിനെ പുറത്തേക്ക് എടുക്കാം. പിന്നെയുള്ളത് എന്താ? ഇൻ്റഗ്രൽ ഡി എ ഉള്ളൂ. ഇൻ്റഗ്രൽ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ ഏരിയയുടെ സമ്മേഷൻ. ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏരിയ. അപ്പോൾ എന്ത് വരും? വൈ ബാർ സ്ക്വയർ ഇൻറ്റു ഏരിയ വരും. അപ്പോൾ മൂന്നാമത്തെ ടേം. അപ്പോൾ നമ്മളിത് ഐ എ ബിയുടെ ഇക്വേഷനകത്ത് ഐ എ ബി ഈക്വൽ ടു ഫസ്റ്റ് നമുക്കുണ്ടായിരുന്നത് ഇൻ്റഗ്രൽ വൈ സ്ക്വയർ ഡി എ. അതിന് നമുക്ക് ഐ ജി ജി എന്ന് കിട്ടി. സെക്കൻഡ് ടേം 0 ആയിപ്പോയി. പ്ലസ് ഇപ്പോൾ കിട്ടി എ വൈ ബാർ സ്ക്വയർ. ഇത് തന്നെയായിരുന്നു നമ്മൾ എന്താ പാരലൽ ആക്സിസ് തിയറത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇക്വേഷൻ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് എ ബി ഈക്വൽ ടു സം ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ആൻ ആക്സിസ് പാരലൽ ടു എ ബി ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ്. ഈ എ ബിക്ക് പാരലൽ ആണ് ആൻഡ് പാസിംഗ് ത്രൂ ദ സെൻട്രോയിഡ്. അപ്പോൾ അതാ ഇവിടുത്തെ ആക്സിസ്, അതിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ജി പ്ലസ് സം ഓഫ് ആണ് പറഞ്ഞത്. അപ്പോൾ സം ഓഫ് ദിസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ഏരിയ ആൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ബി, ഐ എ ബി എന്ന് പറയുന്നത് ഇതിന് പാരലൽ ആയിട്ടുള്ള ഈ സെൻട്രോയിഡൽ ആക്സിസിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ജി ജിയും പിന്നെന്താ ഇതിന്റെ ഏരിയയും ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന്റെയും പ്രൊഡക്റ്റ്, അതിന് രണ്ടിന്റെയും കൂടെ സം ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് എ ബി എന്ന് പറയുന്നത്.
അത് കുറച്ച് കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂഷൻ കാണും. അപ്പോൾ ആദ്യം മുതൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, പ്രൂഫ് ആദ്യം മുതൽ ഒന്ന് ചെയ്ത് നോക്കുക, മനസ്സിലാക്കി ചെയ്ത് നോക്കുക, വീണ്ടും കേട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലിയർ ആകും. എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക്